പറടാ. ഹലോ അമ്മൂമ്മേ. ആ പറ. എപ്പോ? ഞാനിപ്പോ വരാം. അമ്മേ ഒരു അത്യാവശ്യം കാര്യമുണ്ട്, ഞാനിപ്പോ വരാം. എടാ കഴിച്ചിട്ട് പോടാ. എന്ത് തിരക്കിത്? ദേവജി പവിറിന് കൊടുത്തു. ഓൻ രാവിലെ തന്നെ പെണ്ണാണെന്ന് പറഞ്ഞിരുന്ന് പോയിട്ടുണ്ട്. ഇത്ര രാവിലെയാ? ആ ഞാൻ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പേ പോയി. അതെയാ? എന്റെ മുഖം കണ്ടാലും ഒന്നും നടക്കൂലേലും. ഭ്രാന്ത്. പരിപാടി എവിടെയാന്ന്? ആ എന്നോട് പറയാ. ഏതായാലും ഈ നാട്ടിലല്ല. അതെന്താ? ഈ നാട്ടിൽ ഇനി കാണാൻ പെണ്ണില്ലല്ല. എന്റെ ദേവിയേച്ചി, എടുത്തില്ല. ഇയാളെ ഇനി ഞാൻ ഇടപെടും. ഒരു അത്യാവശ്യം നോക്കിയാ കാണൂല. ഒരത്യാവശ്യത്തിന് വിളിച്ചാലേ അപ്പാടി ഉണ്ടാവും പോയിത്ര. സൊസൈറ്റി പയത്തെന്ന് പറഞ്ഞാലേ പിന്നെ നാട്ടുകാർക്ക് ഒന്നും പറയണ്ട. ആളിനോളല്ലേ, നാട്ടുകാർക്കെല്ലാം എന്താ അഭിപ്രായം? എനിക്ക് മുമ്പേ 2 പ്രേമം ഉണ്ടായിരുന്നു. നാട്ടുകാർക്ക് അവരെ പറ്റിയിട്ട് നല്ല അഭിപ്രായമായിരുന്നു. പക്ഷെ അവരെ പേരിന്റെ ബാക്കിൽ വാലില്ലാത്തോണ്ട് അച്ഛനത്ര അഭിപ്രായം ഉണ്ടായിട്ടില്ല. അയാള് പറയുന്ന പോലെയൊന്നുമല്ല. ഞാൻ ഈ സൊസൈറ്റിയിൽ പാലളക്കാൻ നിൽക്കലുണ്ട്. പേരങ്ങനെ വന്നാന്ന്, കുറച്ച് സോഷ്യലാന്ന്. അതുകൊണ്ട് ഈ വാലിലെന്ന് എനിക്കൊരു കാര്യം തോന്നിയിട്ടില്ല. സ്നേഹ നല്ല വലുത്. സുജിന എന്താന്നും മിണ്ടാത്ത? എനിക്ക് പവിത്രേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. അയ്യോ, പവിത്രേട്ടനല്ല, പവിയേട്ടൻ, അങ്ങനെ വിളിച്ചാൽ മതി. അതല്ല പിന്നത്തെ കാര്യല്ലേ, ഇതിലെന്തെങ്കിലും ആയ വിളിച്ചാ പോരെ? എന്തായാലും അങ്ങനെ വിളിച്ചാൽ മതി. ഇനിയിപ്പോ എന്നെ ഇഷ്ടമായിട്ടില്ല എന്ന് പറയാനാണെങ്കിൽ കൂടി പവിയേട്ടാ എനിക്ക് നിങ്ങളെ ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അങ്ങനെയാന്ന് പറയാൻ പോകുന്നെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയല്ല. എൻ്റെ ജാതകത്തിൽ പ്രശ്നം ഉണ്ടായോണ്ടാണ് അച്ഛൻ ഈ കല്യാണം കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ ഞാനിടുന്നിപ്പോൾ പോയാ ഇവിടെ വേറെ ആളാന്ന് കഷ്ടത്തിലാവല്. അതുകൊണ്ട് എനിക്ക് ഈ കല്യാണം വേണ്ട. എന്താടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറ. എന്ത് സഹായം വേണമെങ്കിലും പവിയേട്ടൻ ചെയ്തു തരില്ലേ? ഇപ്പൊ ഇവിടെ ഈ കല്യാണം വേണ്ടാന്ന് നോക്കലാന്ന് സഹായം അല്ലേ? അതിനുണ്ടടി, എനക്കിതെല്ലാം നല്ല ശീലാന്ന്.